ഇത് മോഹൻജിയോടുള്ള ഒരു ചോദ്യമാണ്. സ്വാർത്ഥവും മാനിപ്പുലേറ്റീവുമായ ഒരാളെ എങ്ങനെ കൈകാര്യം ചെയ്യാം? മോഹൻജിയുടെ ഉത്തരം: സ്വാർത്ഥതയും ചൂഷണ സ്വഭാവവുമുള്ളവർ പലപ്പോഴും അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. ജീവിതത്തിൽ പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാൽ അവരോടൊപ്പം നാം ചിലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്തുക. അതിലുപരി അവരുടെ ജീവിതത്തിനോടുള്ള സമീപനം കൊണ്ട് നാം സ്വാധീനിപ്പിക്കപ്പെടരുത്. അവർ ചൂഷണം ചെയ്യട്ടെ, നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടേണ്ടതില്ല. ഇത് എല്ലാം നമ്മെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. അസുരക്ഷിതരായവരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. നമ്മൾ ആത്മവിശ്വാസമുള്ളവരായിരിക്കുമ്പോഴും സുരക്ഷിതരായിരിക്കുമ്പോഴും അവർ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ, അത് നമ്മെ ബാധിക്കുകയില്ല. അങ്ങനെ നമ്മൾ സ്വതന്ത്രരായിരിക്കണം. സ്വാതന്ത്ര്യം നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. ജീവിതത്തിൽ പലതരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തിയെന്നിരിക്കും. അത് നമുക്ക് നിയന്ത്രിക്കാനാകില്ല, അത് മാറ്റാനും കഴിയില്ല. കാരണം നമ്മുടെ സാഹചര്യങ്ങളും സംഭവങ്ങളും വിവിധ തരത്തിലുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ ആളുകൾ എല്ലാവരും നമ്മളുമായി എന്തോ ബന്ധമുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതിനാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താനോ വേർതിരിക്കാനോ കഴിയില്ല. ചിലപ്പോൾ അവരെക്കുറിച്ച് ഒന്നും ചെയ്യാനുമാവില്ല. അപ്പോൾ ചെയ്യാൻ ഏറ്റവും നല്ലത്, ശരി, ഈ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു, ഇവരുമായി എത്രമാത്രം ഇടപഴകണം, അത് നമ്മുടെ മാത്രം തീരുമാനമാണ്. നിങ്ങൾക്ക് വളരെ വ്യക്തമായി പറയാം, ഇത് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല, ഞാനിതിൽ പങ്കെടുക്കുന്നില്ല. അതിനായി നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട്. അതെ, നിങ്ങൾക്ക് അകലം പാലിക്കാം. പലപ്പോഴും ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നത് അവർ അതീവ അസുരക്ഷിതരായിരിക്കുമ്പോഴാണ്. പക്ഷേ നിങ്ങളത് ഏറ്റെടുക്കേണ്ടതില്ല. അവർ നിങ്ങളെ വഞ്ചിക്കുകയോ നിങ്ങളുടെ ചിന്തകളെ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന നിമിഷം അവിടെ നിന്ന് മാറി നിൽക്കുക. ശരി, എനിക്കിത് വേണ്ട എന്ന് പറയുക. പ്രിയമുള്ളവരെ, വളരെയധികം പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഉപദേശമാണ് മോഹൻജി നൽകിയിരിക്കുന്നത്. ഏവർക്കും നന്ദി, നമസ്കാരം.